ഓം ശാന്തി. ഇന്നത്തെ പരമാത്മ മഹാവാക്യത്തിൽ നമ്മളോട് സംസാരിച്ച 2 കാര്യമുണ്ടായിരുന്നു. ഈശ്വരൻ നമുക്ക് നൽകിയ 2 നിധിയുണ്ട്. ഒന്ന് സങ്കല്പം, മറ്റൊന്ന് സമയം. ഇന്നത്തെ ലോകത്തെ വിജയികളായിരിക്കുന്ന പല ആളുകളുടെ കഥ ഞാൻ വായിക്കുമ്പോഴും, വിജയികളുടെ സ്വഭാവങ്ങൾ എന്നതായിട്ടുള്ള ബുക്ക് വായിച്ചപ്പോഴും, അങ്ങനെയുള്ളതായിട്ടുള്ള ക്ലാസ്സുകൾ കേട്ട് പഠിച്ചപ്പോഴും, പരമാത്മാവിൻ്റെ മഹാവാക്യത്തിൽ എന്നും ഭഗവാന്റെ മഹാവാക്യം ഇന്ന് വരദാനമായിട്ടത് ഒരിക്കൽ കൂടെ തന്നപ്പോൾ ഞാനതിനെ ഓർത്തു, നിങ്ങളുടെ അടുത്തും ഇക്കാര്യം ഷെയർ ചെയ്യണം എന്ന് ആഗ്രഹിക്കുകയാണ്. ആ 2 നിധികൾ ഏതെന്നല്ലേ? ഒന്ന് നമ്മുടെ സങ്കല്പം, മറ്റൊന്ന് നമ്മുടെ സമയം. ആരാണോ സമയത്തെ അമൂല്യമായിട്ട് ഉപയോഗിക്കുന്നത്, അവരെ സംബന്ധിച്ചിടത്തോളം സമയം തന്നെ അവർക്ക് വേണ്ട എല്ലാ സാധനങ്ങളും കൊണ്ടുകൊടുക്കുന്നുള്ള കാര്യം സത്യം. ഇന്നത്തെ നമ്മുടെ ലോകത്ത് ജീവിച്ചിരിക്കുന്നതായിരിക്കുന്ന എലോൺ മസ്ക് തൻ്റെ ടൈമിന് 5 മിനിറ്റ് 10 മിനിറ്റ് ഇങ്ങനെയുള്ളതായിരിക്കുന്ന ടൈം ബ്ലോക്സ് എന്ന് പേരിട്ടുകൊണ്ട് ആ ഓരോ മിനിറ്റും, ഇന്ന് രാവിലെ 5 മിനിറ്റ് ഞാൻ എന്തുപയോഗിക്കണം, 10 മിനിറ്റ് എങ്ങനെ ഉപയോഗിക്കണം, തൻ്റെ സമയത്തിനെ കൃത്യമായിട്ട് ടൈം ടേബിൾ ചെയ്ത് രാവിലെ മുതൽ രാത്രി വരെ ഉപയോഗിക്കാനുള്ളതായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മനോഭാവമാണ് ഇന്ന് കാണുന്ന ഇത്രയും ഹൈറ്റ്സിലെത്തിയ ഒരു മനുഷ്യനായിട്ട് മാറാനായിട്ട് കാരണമാകുന്നത്. തൻ്റെ സമയത്തിൻ്റെ മഹത്വം കൊടുത്തതായിട്ടുള്ള എല്ലാ സമയത്തിൻ്റെ പൂജാരികളും അഥവാ എല്ലാ വിജയികളും രാവിലെ മുതൽ രാത്രി വരെയുള്ളതായിട്ടുള്ള തൻ്റെ സമയത്തെ എങ്ങനെ ഉപയോഗിക്കണം, എപ്പോൾ വായിക്കണം, എപ്പോൾ പഠിക്കണം, എപ്പോൾ എഴുന്നേൽക്കണം, എപ്പോൾ മെഡിറ്റേഷൻ ചെയ്യണം, എപ്പോൾ വാക്കിംഗ് ചെയ്യണം അഥവാ എക്സസൈസ് ചെയ്യണം, എപ്പോൾ ഉറങ്ങണം, തൻ്റെ സമയം കൃത്യമായിട്ട് ടൈം ടേബിളിട്ട് ഉപയോഗിച്ചവരാണ്. ഞാൻ കണ്ടതായിട്ടുള്ള തോറ്റ മനുഷ്യന്മാരൊക്കെ തന്നെ തൻ്റെ ജീവിതത്തിൽ മടി എന്നതായിരിക്കുന്ന വലിയൊരു ശത്രുവിനെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഇപ്പോഴത്തെ കാര്യം ചെയ്യാൻ പറയുമ്പോൾ അത് നാളെ ആവട്ടെ, അത് കുറച്ച് കഴിഞ്ഞിട്ടാവട്ടെ, മാറ്റിവെച്ച് മറന്നുപോയി അവസാനം തൻ്റെ തോൽവിയെ സ്വീകരിക്കുന്നവരെയാണ് കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് ഒരു കാര്യം അനിവാര്യമാണ്. ഇന്നത്തെ ഭഗവാന്റെ മഹാവാക്യത്തിൽ പറഞ്ഞ ആ കാര്യം ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളോട് പറയുകയാണ്. സമയവും സങ്കല്പവും സഫലമാക്കുന്നവർ ഭാവിയിൽ വിധാതാക്കളും വരദാനികളുമായിട്ട് മാറുമെന്ന്. വിധാത മീൻസ് തൻ്റെ ഭാഗ്യത്തെ രചിക്കുന്നവൻ. ബ്രഹ്മാവിനെ കുറിച്ച് പറയാറുണ്ട് വിധാത, ഭാഗ്യം രചിക്കുന്നവൻ എന്ന്. സ്വന്തം ഭാഗ്യം രചിക്കേണ്ടത് വേറെ ആരുമല്ല, സ്വന്തം ഭാഗ്യത്തെ സ്ക്രിപ്റ്റ് ചെയ്യാനുള്ള ഓർഡർ ഭഗവാൻ നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. കർമ്മം എന്ന പെന്നുകൊണ്ട്, സങ്കല്പം എന്ന ശക്തി ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ മനസ്സിലെന്ത് ചിന്തിക്കണം, എൻ്റെ വാക്കുകളിൽ ഞാൻ എന്ത് പറയണം, എപ്പോൾ എങ്ങനെ പ്രവർത്തിക്കണം, ടൈം ടേബിൾ ആയിക്കൊണ്ട് ഓരോ ദിവസവും ഞാൻ ഇന്ന കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യണം എന്ന് രാവിലെ എഴുന്നേറ്റിട്ടല്ല, രാത്രിയിൽ ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കിയും രാവിലെ എഴുന്നേറ്റ് അതിനെ ആക്ഷൻ കൊടുത്തുകൊണ്ട് എനർജൈസ് ചെയ്ത് ബ്രഹ്മമുഹൂർത്ത മെഡിറ്റേഷന് ശേഷം ഈശ്വരനുമായിട്ട് ഇന്ന കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇന്ന് ചെയ്യാൻ വെച്ചിരിക്കുന്നത് ഭഗവാനെ. അല്ല, ഞാൻ പറയും എൻ്റെ ബാബ ഇന്നതൊക്കെയാണ് ഞാൻ ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്, ഇങ്ങനെ വേണം എന്ന് ഒരു പ്ലാനിൽ പോകുമ്പോൾ 99% ദിവസങ്ങളിലും ഭഗവാന്റെ ആ ഒരു സപ്പോർട്ട് ഒരു പക്ഷേ തീർത്താൽ തീരാത്തത്ര വലിയൊരു ടാസ്ക് ആയിരിക്കാം നമ്മൾ അന്നത്തേക്ക് പ്ലാൻ ചെയ്യുന്നുണ്ടാവുക. സം സിറ്റുവേഷൻസ് അങ്ങനെ ചെയ്തേ പറ്റൂ, നമുക്ക് സാഹചര്യം ഉണ്ടാവും. പക്ഷേ എൻ്റെ അനുഭവം അതിന് വേണ്ടതായിട്ടുള്ള ആളെ കൊണ്ടുവന്നും അർത്ഥം കൊണ്ടുവന്നും അതല്ലെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി, മെഷീനറി വേണേ മെഷീനറി, ആൾ വേണേൽ ആൾ, അർത്ഥം വേണേൽ അർത്ഥം, എല്ലാ സാധനങ്ങളെയും ഒത്തൊരുമിപ്പിച്ചുകൊണ്ട് അതിനെ സഫലമാക്കുക എന്നുള്ളതായിട്ടുള്ള സഹയോഗം, സഹായം എന്നും ഭഗവാന്റെ അടുത്ത് നിന്ന് കിട്ടാറുണ്ട്. അതുകൊണ്ട് സമയത്തെ സഫലമാക്കാൻ വേണ്ടിക്കൊണ്ടുള്ള സങ്കല്പം എന്ന ഊർജ്ജത്തെ ഉപയോഗിക്കണം. അതിനെ സമയം സഫലമാക്കണമെങ്കിൽ സമയത്തെ നഷ്ടപ്പെടുത്തുന്ന ഏറ്റവും വലിയ വില്ലൻ ആരാണെന്നറിയോ നിങ്ങൾക്ക്? നമ്മുടെ സങ്കല്പധാരയാണ്. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് ചെയ്യാൻ പോകുന്ന കാര്യത്തെക്കാൾ അപ്പുറത്ത് ചെയ്യേണ്ട കാര്യത്തെക്കുറിച്ചാണ് ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഇപ്പോൾ ചെയ്യുന്ന കാര്യം പെർഫെക്റ്റായിട്ട് ചെയ്യാനും സാധ്യമല്ല. അവിടെ പോകുമ്പോൾ ആ കാര്യം വിട്ട് അപ്പുറത്തേക്ക് മനസ്സ് ഓടിയിട്ടുണ്ടാവും. അതും നമ്മുടെ ഒരു ശീലമായിട്ട് മാറും. അത് ശീലമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഏകാഗ്രമായി കർമ്മം ചെയ്യാൻ നിങ്ങൾക്ക് പറ്റില്ല. ഏകാഗ്രമായി കർമ്മം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ മനസ്സിന് ഒരിക്കലും അതിൻ്റെ പ്രോപ്പർ ഗൈഡൻസ് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് മെസ്സേജ് അയക്കാൻ സാധ്യമല്ല. ഒരു കാര്യം മനസ്സുകൊണ്ട് പ്ലാൻ ചെയ്ത് കഴിയുമ്പോൾ സബ് കോൺഷ്യസ് മൈൻഡിനെ സംബന്ധിച്ചിടത്തോളം അതത് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം നിങ്ങൾ ആ കാര്യം ഞാൻ പെട്ടെന്ന് എന്താണെന്നറിയില്ല, ഞാനിത് കഴിഞ്ഞിട്ട് അത് ചെയ്യാമെന്ന് വിചാരിച്ചതാണ്, പക്ഷെ അത് പെട്ടെന്ന് മറന്നുപോയി. പലരും പറയാറുണ്ട്, എന്തുകൊണ്ടാണ് ഈ പെട്ടെന്ന് മറന്നു പോകുന്നത്? സബ് കോൺഷ്യസ് മൈൻഡ് നിങ്ങളത് നേരത്തെ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ കാര്യം പ്ലാൻ ചെയ്തതുകൊണ്ട് അതിനെ സംബന്ധിച്ചിടത്തോളം 2 കാര്യം അപ്പോൾ കഴിഞ്ഞിരിക്കുന്നു, പിന്നെ അതിനെ ഓർമ്മിപ്പിക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മുടെ സംസ്കാരത്തിൽ നിന്ന് അത്തരം കൊച്ചു കൊച്ചു കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു അവിടെ ഇതിനെ മനസ്സിനെ പൂർണ്ണമായിട്ട് ഉപയോഗിച്ചിട്ട് വേണോ നമുക്ക് ഓരോ കാര്യം
ചെയ്യാൻ ഒരിക്കലും വേണ്ട. ഒരു ഉദാഹരണം പറയുകയാണ്. വണ്ടി ഓടിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഡെയിലി ഡ്രൈവ് ചെയ്യുന്ന ഒരാൾക്ക് അവരെവിടെ നിന്ന് പുറപ്പെടുന്നോ അവിടെ വണ്ടിയിൽ ചാവി വെക്കുന്നു, തിരിക്കുന്നു, കോൺഷ്യസ് ഉണ്ടായിരിക്കും, ഒരു അർദ്ധ മനസ്സ്. അതായത് ഇന്ന വഴിക്ക് പോകണം, മുന്നിൽ വണ്ടി വരുന്നുണ്ടോ, എല്ലാം നമുക്കൊരു നേച്ചറായി നമ്മുടെ ബ്രെയിൻ ഓട്ടോമാറ്റിക് ആ കാര്യമൊക്കെ ചെയ്യാൻ തുടങ്ങും. ആ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നുകിൽ നമുക്ക് നല്ല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാം, പഠിച്ച കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാം. അതല്ലാത്തുണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് ഈശ്വരനെ ഓർക്കാൻ സാധിക്കുമോ, നിങ്ങളുടെ ഡ്രൈവിംഗ് സേഫായി മാറും. ഒരിക്കലും ഒരു വണ്ടി നമ്മൾ ഇടിക്കാൻ വേണ്ടി മുന്നോട്ട് ഉന്നം തെറ്റി വന്നാൽ പോലും ഒരുപക്ഷെ നിങ്ങൾ കടന്നു പോയിട്ട് ആ വണ്ടി പോവും. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുന്നിലൂടെ പാളിപ്പോവും, നിങ്ങളെ വന്ന് തട്ടില്ല. സേഫ്റ്റിക്കുള്ള മെത്തേഡ് കൂടിയാണത്. അതേപോലെ തന്നെ നമ്മൾ ആഹാരം പാചകം ചെയ്യാമെന്ന് വിചാരിക്കൂ. ഞാൻ എപ്പോഴും ആഹാരം ഉണ്ടാക്കുമ്പോൾ ഒരു മന്ത്രം ഉപയോഗിക്കാറുണ്ട്. ആഹാരം പണപ്പത്ത് വെക്കുന്ന സമയത്ത് ചിലപ്പോൾ 200 ആൾക്ക് ഉണ്ടാക്കാറുണ്ട്, ചിലപ്പോൾ 100 ആൾക്ക് ഉണ്ടാക്കാറുണ്ട്. പല വെറൈറ്റി ആയിരിക്കുന്ന ഭഗവാന്റെ പ്രസാദമായിട്ട് ചിലപ്പോൾ ലഡു ഉണ്ടാക്കും, ചിലപ്പോൾ ഹൽവ ഉണ്ടാക്കും. എല്ലാ രീതിയിലുള്ളതായിട്ടുള്ള സാധനങ്ങളും ഉണ്ടാക്കാൻ ഒരു ബ്രഹ്മകുമാരി സിസ്റ്ററെ ഭഗവാൻ പഠിപ്പിക്കും. പഠിച്ചിട്ടുണ്ട്, ചെയ്യാറുമുണ്ട്. പക്ഷേ ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് ഞാൻ ചിന്തിക്കും, എൻ്റെ ഭഗവാനെ, ഈ അന്നം ഉണ്ടാക്കുന്ന സമയത്ത് ഈ ആഹാരം ഏറ്റവും രുചികരാവുകയും ഇത് കഴിക്കുന്ന എല്ലാവരുടെയും മനസ്സ് സന്തോഷം കൊണ്ട് നിറയും, അങ്ങയുടെ ഓർമ്മ നിറയും, ഇത് എത്ര ആൾ വന്നാലും അവർക്ക് തികയും ചെയ്യണം എന്ന ഒരു സങ്കല്പം കൊടുത്തുകൊണ്ട് ആഹാരം ഉണ്ടാക്കുമ്പോൾ മനസ്സിൽ ഭഗവാന്റെ ഓർമ്മ, ഉത്തരവാദിത്വത്തിൻ്റെ ഭാരം തലയിൽ ഉണ്ടായിരിക്കില്ല. ഉണ്ടാക്കുന്ന ഓരോ സാധനവും രുചികരവും സമൃദ്ധവുമായി നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. ഒന്ന് ആലോചിച്ച് നോക്കിയേ, അവിടെ സങ്കല്പവും സേഫായി, സമയവും സേഫായി. ഇങ്ങനെ ഓരോ കാര്യം ചെയ്യുമ്പോൾ രാവിലെ എഴുന്നേറ്റൊരു സിമ്പിളായിട്ടുള്ള സ്വന്തമായിട്ടുള്ള കാര്യം നമ്മൾ കുളിക്കുകയാണെങ്കിൽ ഞാൻ ചിന്തിക്കാറുണ്ട്, ഒരു പക്ഷേ നമ്മൾ ഇളം ചൂടുള്ള വെള്ളം മഗ്ഗിൽ മുക്കി തലയിൽ ഒഴിക്കുകയാണെങ്കിലും അതല്ല ഷവറിൽ നിന്ന് വെള്ളം വീഴുകയാണെങ്കിലും വെള്ളം തലയിലൂടെ ഒഴുകുമ്പോൾ ഞാൻ ചിന്തിക്കുക, ആ പവിത്ര സൂര്യൻ്റെ കിരണങ്ങൾ എൻ്റെ ആത്മാവിനെ സമൃദ്ധമാക്കുകയാണ്, ശക്തിയാക്കുകയാണ്, ശുദ്ധാക്കുകയാണ്. ഈ വെള്ളം കൊണ്ട് ശരീരം ശുദ്ധാക്കും പോലെ ഈ ക്ഷേത്രത്തെ ഞാൻ കഴുകുന്നതിനൊപ്പം ഈശ്വരൻ ആത്മാവായ എന്നെ തൻ്റെ പവിത്രതയുടെ കിരണങ്ങൾ കൊണ്ട് കുളിപ്പിക്കുകയാണെന്ന് സങ്കല്പിക്കും. ആ സമയത്ത് നമ്മുടെ കുളി പോലും ശുദ്ധമായി മാറും. കർമ്മം, സമയവും തൻ്റെ സങ്കല്പവും രണ്ടും സഫലായി. ഇങ്ങനെ തൻ്റെ ജീവിതത്തിലെ ഓരോ മൊമെൻറ്റും ഓരോ ആക്ഷനും ഈശ്വരൻ്റെ ഓർമ്മ അഥവാ പെർഫെക്റ്റ് ആയിരിക്കുന്ന നല്ല ചിന്തകളുടെ സപ്പോർട്ടോടുകൂടി മനസ്സിന് പ്ലാനിങ് കൊടുത്തുകൊണ്ട് മൈൻഡ് പ്ലസ് ബോഡി സെയിം ആയിക്കൊണ്ട് പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആദ്യം നമ്മൾ അനുഗ്രഹിക്കുക സ്വയം അവനവനെയാണ്. മറ്റൊന്ന് ചിന്തിച്ചു നോക്കിയേ, ഇങ്ങനെ ഒരാൾ നമ്മുടെ കൂടെ പ്രവർത്തിക്കാൻ നമുക്ക് കിട്ടുകയാണെങ്കിൽ എല്ലാ സമയത്തും അവരുടെ മനസ്സും ബുദ്ധിയും ഭഗവാന്റെ സപ്പോർട്ടോടുകൂടി ഈശ്വരൻ്റെ ആജ്ഞപ്രകാരം അങ്ങനെ ജീവിക്കുന്ന ആളുടെ കൂടെ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ കൂട്ടായ്മയിൽ നമ്മൾ എന്തുമാത്രം സുഖം അനുഭവിക്കാറെന്നറിയോ. 5 ആളെ കൊണ്ട് 50 ആളുടെ കാര്യം ചെയ്യിക്കാൻ നമുക്ക് സാധിക്കും. അങ്ങനെ നമ്മൾ ആരൊക്കെ കൂടെ പ്രവർത്തിക്കുന്നു അവർക്ക് നമ്മൾ വരദാനമായി തോന്നും. ഇവരെ ഭാരമാണ്, ഇവരെ കൊണ്ടാവില്ല എന്ന് പറയില്ല. അവരുണ്ടെങ്കിൽ നമുക്ക് സുഖമാണെന്ന് തോന്നും. എന്നുവെച്ചാൽ അർത്ഥം നിങ്ങൾ അവർക്ക് ബ്ലെസ്സിങ്സ് കൊടുത്തിരിക്കുന്നു. കൈകൊണ്ടാരുടെയും തലയിൽ വെച്ചിട്ട് നീ നന്നാവട്ടെ എന്ന് പറയേണ്ടതില്ല. നമ്മുടെ കർമ്മങ്ങൾ കൊണ്ട് മറ്റൊരാൾക്ക് സുഖം കൊടുക്കുമ്പോൾ അവർക്ക് നമ്മൾ ബ്ലെസ്സിങ് ആവുന്നു, അവരിൽ നിന്ന് നമുക്ക് ആശീർവാദം ഇങ്ങോട്ട് കിട്ടുന്നു. അവിടെ നമ്മുടെ സന്തോഷം നിറഞ്ഞ ജീവിതവും. അതുകൊണ്ട് ഭാഗ്യരേഖ വരയ്ക്കാനുള്ള പേന കർമ്മം ഭഗവാൻ നമുക്ക് തരികയാണ്. ആ കർമ്മത്തിൽ മുഖ്യമായിരിക്കുന്നതായിട്ട് 2 സാധനമാണ്, ഒന്ന് സങ്കല്പവും സമയവും. അപ്പോൾ ഈ 2 കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ പ്രാക്ടിക്കലാക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തെ അനുഗ്രഹീതമാക്കാനും നമ്മുടെ സാമീപ്യം കൊണ്ട് മറ്റുള്ളവർക്ക് സുഖം കൊടുത്തുകൊണ്ട് നമ്മുടെ ജീവിതം നമുക്കും മറ്റുള്ളവർക്കും അനുഗ്രഹമാക്കി തീർക്കാൻ സാധിക്കും. അതുകൊണ്ട് ഒരു കാര്യം ഒരിക്കൽ കൂടെ നിങ്ങളോട് ഞാൻ പറയുകയാണ്, മെഡിറ്റേഷൻ പഠിക്കണം, ഭഗവാനുമായിട്ടുള്ള കണക്റ്റഡ് ആവണം, ഈശ്വര മഹാവാക്യങ്ങൾ കേൾക്കാൻ വിധം നിങ്ങളുടെ മനസ്സ് സജ്ജമായി എങ്കിൽ നമ്മൾ അറിയാതെ നമ്മളിൽ വന്നു ചേരുന്ന ഗുണങ്ങളാണിത്. അത് നിങ്ങൾക്കും കിട്ടട്ടെ എന്ന് സർവശക്തനായ ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഓം ശാന്തി.